ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് കരുതാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈകൾക്ക് നല്ല നിറം വയ്ക്കാനൊക്കെ പറ്റിയൊരു സൂപ്പർ ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കരുവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ലവണ്ണം കുറയുകയും കൈ നല്ല മിനുസാവുകയൊക്കെ ചെയ്യുവേ. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് ഇങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇതുവരെ ഫുൾ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഒരു പാക്ക് ഉണ്ടാക്കാവേ. ഈ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് കടലമാവാണ് കേട്ടോ. കുറച്ച് കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ട സാധനം തക്കാളിയുടെ നീരാണ് കേട്ടോ. ഒരു ഫുൾ തക്കാളി ഞാൻ അതിൻ്റെ നീരെടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറ് നന്നായിട്ട് അരച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുത്തോണ്ട് വന്നേക്കുവാണേ. അപ്പോൾ നീര് നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ട സാധനമാണ് ചെറുനാരങ്ങയുടെ നീര്. ചെറുനാരങ്ങയുടെ നീര് നമ്മുടെ കൈകളിലും കാലിലും കഴുത്തിലും ഒക്കെ ടാൻ മാറാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ചെറുനാരങ്ങയുടെ നീര് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ചെറുനാരങ്ങ നീര് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു അരമുറി ചെറുനാരങ്ങ നീരാണ് എടുത്തേക്കണത്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ചോദിക്കും, ഈ പാക്ക് നമുക്ക് മുഖത്ത് തേക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. മുഖത്ത് തേക്കുന്നതിന് കുഴപ്പമില്ല. ചെറുനാരങ്ങ നീര് നമുക്ക് കുറച്ചെടുത്താൽ മതി. ഈ അരമുറി ചെറുനാരങ്ങ നീര് നമുക്ക് എടുക്കാൻ പറ്റില്ല. കഴുത്തിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. മുഖത്ത് നമുക്ക് ഈ അരമുറി ചെറുനാരങ്ങയുടെ ആവശ്യമൊന്നുമില്ല, കുറച്ച് മതിയാവേ. അപ്പോൾ ചെറുനാരങ്ങ നീരങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വെളിച്ചെണ്ണയാണ് കേട്ടോ. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഇതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാവേ. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാവേ. ഇത് കട്ടകളെല്ലാം മാറ്റി നന്നായിട്ട് ഇളക്കിയെടുക്കാം. നമ്മുടെ പാക്ക് ഇതൊക്കെ കറക്റ്റ് രീതിയിലാട്ടെല്ലാം കിട്ടിയിരിക്കും. ചെറുനാരങ്ങ നീര്, തക്കാളിയുടെ നീര്, വെളിച്ചെണ്ണ എല്ലാം കറക്റ്റായിരുന്നേ. ഇനി നമുക്ക് നമ്മുടെ കൈകളിലൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. ഈ കൈകൾ തേച്ച് കൊടുക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങളുണ്ട്. അതും കൂടി ഒന്ന് ചെയ്തിട്ട് വേണം ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാൻ. അതും കൂടി ചെയ്യുവാണെങ്കിൽ നമ്മുടെ കൈ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും കേട്ടോ. ഇത് നിറം വയ്ക്കാൻ നല്ലതാണ്, പക്ഷെ നല്ല സോഫ്റ്റ്നെസ് കിട്ടണമെങ്കിൽ ആ ഒരു സംഭവം കൂടി ഒന്ന് ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് റെസ്റ്റ് ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം. ഈ ഒരു പാക്ക് ഇടുന്നതിന് മുന്നേ ഉണ്ടല്ലോ, നമ്മുടെ കൈകൾ നല്ല വൃത്തിയിൽ കഴുകണം. നല്ല സോപ്പൊക്കെ ഉപയോഗിച്ച് തന്നെ നല്ല വൃത്തിയിൽ അങ്ങ് കഴുകി വൃത്തിയാക്കണം കേട്ടോ. എന്നിട്ട് ഇളം ചൂടൻ വെള്ളമില്ലേ, ഇളം ചൂടൻ വെള്ളത്തിൽ നമ്മുടെ കൈകൾ ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ കൈകളൊക്കെ നല്ല സോഫ്റ്റ് ആകും. എത്ര പാറക്കല്ല് പോലെ ഇരിക്കുന്ന കൈകളും ഈ ഒരു ചൂടും വെള്ളത്തിൽ കൈ ഇങ്ങനെ വെക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും കേട്ടോ. അതിനുശേഷം ചെറിയൊരു രീതി നമുക്കൊന്ന് സ്ക്രബ് ഒന്ന് ചെയ്ത് കളയണം. അപ്പോൾ സ്ക്രബ് ചെയ്യാനായിട്ട് പഞ്ചസാരയും വെളിച്ചെണ്ണയും നല്ല സൂപ്പർ സ്ക്രബാണ് കേട്ടോ. നമ്മുടെ ഈ കൈകളിലെ കൈപ്പത്തി അതൊക്കെ നല്ല സോഫ്റ്റ് ആകാനൊക്കെ ഈ ഒരു സ്ക്രബ് അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ഒരു 5 മിനിറ്റ് നമ്മൾ 2 കൈകളും ചൂടുവെള്ളത്തിൽ വെച്ചതിന് ശേഷം ഈ ചെറിയ നനവോട് തന്നെ ഈ ഒരു സ്ക്രബ് ഒരു 1.5 സ്പൂൺ അളവിൽ പഞ്ചസാര എടുത്തോളൂ കേട്ടോ. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് നല്ല വൃത്തിയിൽ കൈകളിൽ അകവും പുറവും ഒക്കെ നല്ല സോഫ്റ്റായിട്ട് പതുക്കെ നമുക്കൊന്ന് സ്ക്രബ് ചെയ്യണം കേട്ടോ. ഒരു 2-3 മിനിറ്റെങ്കിലും സ്ക്രബ് ചെയ്യണം. എന്നിട്ട് ഒരു 2 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കണം കേട്ടോ. സ്ക്രബ് ചെയ്ത ഉടനെ തന്നെ കഴുകി കളയരുത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാൻ തന്നെയാണ്. നാച്ചുറൽ ടിപ്സ് ആണെങ്കിൽ നമ്മൾ ചെയ്ത് ഉടനെ തന്നെ കഴുകിക്കളയരുത്. അതിൻ്റെ എഫക്റ്റൊക്കെ നമ്മുടെ കൈ കിട്ടണമെങ്കിൽ ഒരു 2-3 മിനിറ്റെങ്കിലും അത് നമുക്കൊന്ന് അങ്ങനെ അനങ്ങാതെ തന്നെ വെക്കണം കേട്ടോ. അതിനുശേഷം സ്ക്രബൊക്കെ ചെയ്ത് കഴിയുമല്ലോ. എന്നിട്ട് നമുക്ക് ചൂടുവെള്ളത്തിൽ കൈകൾ സ്ക്രബൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കൈകൾ ഒരു 2 മിനിറ്റ് അനങ്ങാതെ അങ്ങനെ വയ്ക്കുക. 2 മിനിറ്റ് വെച്ചതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ തന്നെ കൈ കഴുകുക. അതിനുശേഷം ഈ ഒരു പാക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ തയ്യാറി വെച്ചിരിക്കുന്ന ആ ഒരു പാക്കിലെ കടലമാവും ചെറുനാരങ്ങയുടെ നീരും തക്കാളിയുടെ നീരും വെളിച്ചെണ്ണയും ചേർത്ത ഈ ഒരു പാക്ക് നമുക്ക്
കൈകളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണയുടെ അളവ് ഞാൻ കുറച്ച് എടുത്തുള്ളൂ. നിങ്ങളുടെ കൈകൾ നല്ല ഡ്രൈ ആണെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഒന്നുകൂടി ഇളം ചൂടും വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് കഴുകിയിട്ട് മാത്രമേ വന്നുള്ളൂ. ഞാൻ സ്ക്രബ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ ചൂടും വെള്ളത്തിൽ കൈകൾ മുക്കി വെക്കണം, നല്ലൊരു സ്ക്രബ് ചെയ്യണം. അതിനുശേഷം ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് വേഗം ഇട്ട് കൊടുക്കുക. ഈ ഒരു പാക്ക് ഇട്ട് കൊടുത്താലും നമ്മുടെ കൈകൾ നല്ലൊരു നിറം വയ്ക്കട്ടെ. ഈ കരുവാളിച്ചിരിക്കുന്ന കൈകളൊക്കെ നല്ല നിറം വയ്ക്കും കേട്ടോ. പക്ഷേ കൈകൾ നല്ല സോഫ്റ്റ്നെസ് കിട്ടണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രീതി തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് അങ്ങ് ഇട്ട് കൊടുക്കാവേ. ഞാനിത് കൈകൾ നല്ലവണ്ണം തേച്ച് കൊടുക്കണം കേട്ടോ. ഈ ഒരു പാക്ക് നമുക്ക് കഴുത്തിലും വേണമെങ്കിൽ ഇടാം. മുഖത്ത് തേക്കേണ്ട, കാരണം ചെറുനാരങ്ങ നമ്മൾ അരമുറി ചെറുനാരങ്ങ എടുക്കുന്നുണ്ട്, അത്രയും നമ്മുടെ മുഖത്ത് ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് മുഖത്ത് തേക്കേണ്ട. പക്ഷെ മുഖത്ത് തേക്കണമെങ്കിൽ ചെറുനാരങ്ങ നീര് നിങ്ങൾ കുറച്ചാൽ മതി കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. കരുവാളിപ്പൊക്കെ പെട്ടെന്ന് തന്നെ കുറയ്ക്കുന്ന ഒരു സാധനം തന്നെയാണിത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. പിന്നെ ഞാൻ വെളിച്ചെണ്ണ ചേർത്തുകൊണ്ടേ ഓയിൽ സ്കിന്നുകാർക്ക് പറ്റത്തില്ല കേട്ടോ, എന്തായാലും മുഖക്കുരുക്ക് വരും. അപ്പം വെളിച്ചെണ്ണ ചേർക്കാണ്ട് നിങ്ങൾക്ക് മുഖത്ത് വേണമെങ്കിൽ ഇടാം. തക്കാളിയുടെ നീരും കടലമാവും കുറച്ച് ചെറുനാരയുടെ നീരും കേട്ടോ. ഓയിൽ സ്കിന്നുകാർക്ക് നല്ലതാണ്, മുഖക്കുരൊന്നും വരത്തില്ല. പിന്നെ നിറം വയ്ക്കാനും ഒക്കെ നല്ലതാണ്. നമ്മുടെ കൈകളെ ഒരുപാട് ഡ്രൈ ആകാൻ പറ്റില്ലല്ലോ, ചെറുതായിട്ടൊരു എണ്ണമയൊക്കെ വേണ്ടേ. അതുകൊണ്ടാണ് ഇതിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത കേട്ടോ. രണ്ട് കൈയിൽ ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയ രീതിയിൽ നമുക്കൊന്ന് മസാജ് പോലെ ഇതുപോലെ ഒന്ന് മസാജിങ് പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റ് അങ്ങ് തേച്ചങ്ങ് കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് ഇച്ചിരി കൂടെ ഒന്ന് കട്ടിലൊന്ന് തേച്ച് കൊടുത്തിട്ട് ഉണങ്ങുന്ന വരെ ഒരു 15 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഉണങ്ങുന്നേ, അന്നേരം നമുക്ക് കഴുകി കളയാം കേട്ടോ. അപ്പോൾ ഞാനിതിൽ വെളിച്ചെണ്ണ കുറച്ച് ചേർത്തോളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടി വെളിച്ചെണ്ണ ചേർക്കാവേ. പിന്നെ ഇത് കഴുകി കഴിഞ്ഞതിന് ശേഷം വേറെ സംഭവം ഞാൻ കൈ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കൈകളിൽ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ലവണ്ണം കുറയാനും കൈകൾ നല്ല സോഫ്റ്റ് ആകാനൊക്കെ പറ്റിയൊരു സൂപ്പർ സാധനം കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊന്ന് മേടിച്ച് വെക്കാൻ ഞാൻ പറയാം, ഇത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാനിത് 2-3 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്യട്ടെ, പതുക്കെ മസാജ് ചെയ്യട്ടെ. അതിന് ശേഷം നമുക്ക് കാണാം കേട്ടോ. മസാജ് ചെയ്തിട്ടുമ്പോൾ ഒന്ന് കട്ടി തേച്ച് കൊടുത്താൽ മതി, മസാജ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഞാനിത് 2-3 മിനിറ്റൊക്കെ മസാജ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇച്ചിരി ഒന്ന് കട്ടിയിലങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ. ഒരുപാട് കട്ടിയല്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ടിയിൽ തേച്ച് കൊടുക്കാവേ. എന്നിട്ട് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കഴുകി കളയാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല റിസൾട്ട് കിട്ടാണ്. എത്ര കരുവാളിച്ച് പിടിച്ചിരിക്കുന്ന കൈകളും നല്ല നിറം വയ്ക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഇവിടം വരെ തേക്കുന്നുള്ളേ, തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു 15-20 മിനിറ്റ് നമുക്ക് കാണാം. ഒരു 20 മിനിറ്റ് ഞാൻ എൻ്റെ കൈകളിലെ പാക്കൊക്കെ തേച്ചായിരുന്നു. എന്നിട്ട് ഞാൻ ഇളം ചൂടുന്നത് കൊണ്ട് കൈകൾ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൈകൾക്കൊക്കെ അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ്നെസ് ഉണ്ട് കേട്ടോ. പിന്നെ കൈ നല്ല സോഫ്റ്റാണ്, നമ്മളൊരു വെളിച്ചെണ്ണയൊക്കെ ചേർത്തുകൊണ്ടേ കൈക്ക് ഇത്തിരി സോഫ്റ്റ്നെസ്സൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു പാക്കാണ് കേട്ടോ. നമ്മുടെ കൈകളിലെ ടാനൊക്കെ ഉണ്ടെങ്കിൽ നല്ലവണ്ണം കുറയാനൊക്കെ അടിപൊളിയാണ്. ഞാൻ കൈയുടെ ഇവിടം വരെ തേച്ചായിരുന്നുള്ളൂ കേട്ടോ. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇവിടെ അങ്ങോട്ടൊരു ചെറിയൊരു കറുപ്പൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ നല്ലൊരു തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു പാക്കാണ്. കൈകളിലെ ടാനൊക്കെ ഉണ്ടെങ്കിൽ നല്ലവണ്ണം കുറയാനൊക്കെ പറ്റിയ അടിപൊളി ഒരു പാക്കാണ് കേട്ടോ ഇത്. പിന്നെ ഈ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കൈകളിൽ ചുളിവുകളൊക്കെ കുറയാനായിട്ട് കുറച്ച് ബദാം ഓയിൽ നമുക്കൊന്ന് തേച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. കൈകൾ നല്ല മോയ്സ്ചറൈസ് ആവാനും കൈകളിലെ ചുളിവുകളൊക്കെ നല്ലവണ്ണം കുറയാനൊക്കെ ബദാം ഓയിൽ നല്ലതാണ്. കിടക്കാൻ നേരത്ത് കുറച്ച് ബദാം എണ്ണ 2-3 തുള്ളിയൊക്കെ മതിയാവും കേട്ടോ, കുറച്ച് മതി. അതെടുത്തിട്ട് നമ്മുടെ കൈകളിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ കൈകൾ നല്ല സോഫ്റ്റ് ആവുകയും ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ലവണ്ണം കുറയാനൊക്കെ നല്ലതാണ്. കിടക്കാൻ നേരത്ത് അങ്ങ് തേച്ച് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ആ പാക്ക് ഇട്ടത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇച്ചിരി ബദാം ഓയിലും തേച്ച് കൊടുത്തത്. ഇച്ചിരി വില കൂടുതലാണ് കേട്ടോ, നമുക്ക് കുറച്ചെടുത്താൽ മതിയാവുമേ. ഈ ഒരു കുപ്പിയുടെ വില 125 രൂപയാണ് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതിയാവും. അപ്പം ഞാനത് കുറച്ച് കൈകളിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. കൈയൊക്കെ നല്ല സോഫ്റ്റോടെ കുറച്ച് എടുത്തോളൂ.
ഇപ്പോൾ നമ്മുടെ ഉള്ളം കൈക്കൊക്കെ നമ്മൾ അത്യാവശ്യമാണ്. നമ്മുടെ കൈകളിലൊക്കെ ഡ്രൈ ആയിട്ടിരിക്കുമല്ലോ, ഡ്രൈനെസ്സൊക്കെ മാറാനൊക്കെ ഈ ഒരു ബദാം ഓയിൽ നല്ലതാണ്. ബദാം ഓയിൽ ഇല്ലെങ്കിൽ പേടിക്കേണ്ട, നമ്മുടെ സാധാ വെളിച്ചെണ്ണയില്ലേ, വെളിച്ചെണ്ണ ആയാലും മതി കേട്ടോ. വെളിച്ചെണ്ണ 2-3 തുള്ളി എടുത്തിട്ട് നമ്മുടെ കൈകളിലങ്ങ് തേച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ എന്തൊരു പാക്ക് ഇട്ടാലും, ഇപ്പം നമ്മൾ മുഖത്താണെങ്കിൽ നമ്മൾ ഒരു മോയ്സ്ചറൈസർ ക്രീം തേച്ച് കൊടുക്കാം. കഴുത്തിൽ മുഖത്തൊക്കെ തേക്കുവാണെങ്കിൽ, ഒരു പാക്ക് ഇടുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ ക്രീം തേച്ച് കൊടുക്കാം. പിന്നെ കൈകളിലൊക്കെ നമ്മൾ ഇതേപോലെ തന്നെ ഒരു പാക്കൊക്കെ ഇടുവാണെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ആയാലും മതി. ഇപ്പോൾ മോയ്സ്ചറൈസർ ക്രീം ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ബദാം ഓയിൽ സൂപ്പറാണ്. ചുടുകളൊക്കെ കുറയും ബദാം ഓയിൽ നല്ലതാണ് കേട്ടോ. ബദാം ഓയിൽ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. വീണ്ടും നല്ല വീഡിയോസായിട്ട് കാണാവേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.